എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തു ദൈവമാണോ എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ക്രിസ്ത്യാനികളും സിനിമയും എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നിട്ട് ഒരു വ്യക്തി എന്നോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്, യേശുക്രിസ്തു ദൈവമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. കാരണം ഇത് മലയാളം ടൈപ്പ് ചെയ്താൽ ഉടനെ ഒന്നും തീരത്തില്ല, അത് കുറേ ചെയ്യാനുണ്ടാകും, ഒത്തിരി അതിനെക്കുറിച്ച് പറയാനുണ്ട്, അത് ടൈപ്പ് ചെയ്താലും തീരത്തില്ല. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവമാണോ എന്ന ആ ഒരു ക്വസ്റ്റ്യന് ഒറ്റ ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ്? യേശുക്രിസ്തു ദൈവമാണ്. അതിന് നമ്മൾക്ക് ആധാരമായിട്ട് വിശുദ്ധ വചനഭാഗം ഒന്ന് നമ്മൾക്ക് ഒരെണ്ണം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾക്ക് എടുക്കാം. അതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് തുടങ്ങുന്നതാണ്. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ യോഹന്നാനെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രഡക്ഷനും കൂടെ ഞാൻ തരാം. യോഹന്നാൻ ആരായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു അല്ലേ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ യേശുക്രിസ്തുവിൻ്റെ മാർവോട് ചേർന്നിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം വരെ അറിഞ്ഞ ആളാണ് ആര്? ഈ യോഹന്നാൻ എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനും യോഹന്നാനായിരുന്നു എന്ന് വിശുദ്ധ വചനത്തിൽ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന, യോഹന്നാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന രണ്ട് സബ്ജക്റ്റാണ്. അതിനകത്ത് ഒന്ന് എന്താണ്? യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതാണ് യോഹന്നാൻ അതിനകത്ത് മെയിനായിട്ടും യോഹന്നാൻ്റെ ആ ഒരു സുവിശേഷത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതിന്. രണ്ടാമത് യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതാണ് യോഹന്നാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എങ്കിൽ ഇനി ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സംശയം തീരത്തില്ല എന്നെനിക്കറിയാം. കാരണം ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണല്ലോ ചെയ്യുന്നത്, കുറച്ച് റെഫറൻസുകളൊക്കെ ഞാൻ ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിലും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് വായിക്കണം കേട്ടോ. അത് ചുമ്മാ വായിച്ചു പോയാൽ പോരാ, ഒരധ്യായം കഴിവതും ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓരോ അധ്യായം വെച്ചിട്ട് വായിച്ചു പോകുക. അങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് നിന്ന് ഏകദേശം ഉത്തരം കിട്ടും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം, നമ്മൾ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും യേശുക്രിസ്തു ദൈവമാണെന്നുമുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിയാതെ നമ്മൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ കിടന്നുകൊണ്ട് എന്ത് കയ്യും കാലോട്ട് അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമ്മൾക്ക് എന്തുള്ളൂ? ഒരു രക്ഷയുള്ളൂ അല്ലേ? പുതിയ നിയമ ഇസ്രായേലിലായിട്ട് നമ്മളെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. കാരണം യേശുക്രിസ്തുവിൻ്റെ ആ തിരു രക്തത്തിലൂടെയാണ് നമ്മൾക്ക് എന്ത് തന്നിരിക്കുന്നത്? ഒരു വീണ്ടെടുപ്പ് ദൈവം തന്നിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ കാണാമല്ലേ? യേശുക്രിസ്തു രക്ഷകൻ നിങ്ങൾക്ക് വരും, രക്ഷകൻ വരുമെന്നും പല പ്രവാചകന്മാരിലൂടെയും ഇസ്രായേൽ മക്കളോട് അവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു രക്ഷകൻ വരും, ആ രക്ഷകനിലൂടെയാണ് നിങ്ങളുടെ രക്ഷ ഇരിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? അത് നമ്മൾക്ക് പുതിയ നിയമത്തിലാണ് അത് നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു പുതിയ നിയമ ഇസ്രായേലായിട്ട് മാറണമെങ്കിൽ, ഒരു ദൈവരാജ്യത്തിൽ നമ്മൾക്കൊരു പൗരത്വം കിട്ടണമെങ്കിൽ, ദൈവരാജ്യത്തിൽ ഒരു അംഗമായിട്ടെങ്കിലും നമ്മളൊന്ന് മാറണമെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് നമ്മൾ അറിയപ്പെടണമെങ്കിൽ എന്താണ്? നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് അറിയപ്പെടണമെങ്കിൽ ഈ ക്രിസ്തു ആരാന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൂടാതെ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കണമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾക്ക് അതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള അധ്യായങ്ങൾ ഇങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു അല്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പൊക്കെ നമ്മൾക്ക് അവിടെ കാണാം. അതായത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക്, അതായത് 3.5 വർഷം യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ ഉണ്ടും ഉറങ്ങിയും യേശുക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളെ കേട്ടും അഭ്യസിച്ച ശിഷ്യന്മാർക്കാണ് യേശുക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അല്ലേ? യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ്? യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ശിഷ്യന്മാർക്കല്ല, ആദ്യം മറ്റുള്ള കാര്യത്തിൽ മറിയയ്ക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് യേശുക്രിസ്തു എന്താണ് അവരോട് പറഞ്ഞു? നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞു അല്ലേ? അതിന് മുൻപ് 2 പേരെ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 2 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തു നടന്നതൊക്കെ നമ്മൾക്ക് കാണാം. എന്തായാലും ഈ 20-ാം അധ്യായം 19 മുതലുള്ള വാക്യത്തിലോട്ട് നമ്മൾക്ക് വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട്
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പോയല്ലേ. പോയപ്പോൾ ആ ഗ്യാങ്ങിൽ ആരുണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. തോമസ് വേറെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമസ് ഇല്ലാത്ത സമയത്താണ് യേശുക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, അപ്പോൾ യേശുക്രിസ്തുവിൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും യേശുക്രിസ്തു ഞങ്ങളോട് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നും തോമസ് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ബാക്കി ശിഷ്യന്മാർ തോമസിൻ്റെ അടുത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ തോമസ് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേട്ടിട്ടൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല മക്കളെ. യേശുക്രിസ്തുവിനെ കാണുകയും അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കരം ഇടുകയും ചെയ്തിട്ടല്ലാതെ, യേശുക്രിസ്തുവിനെ കുത്തിത്തുളച്ച് അവിടെ എൻ്റെ കൈ വിരൽ ഇട്ടിട്ടുമല്ലാതെ ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല എന്ന് ആര് പറഞ്ഞു? തോമസ് പറഞ്ഞു. ഇത് ഹൃദയത്തെയും ഉൾപ്പുകളെയും അറിയുന്ന ദൈവം കേട്ടു. ദൈവം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? തോമസ് ഉള്ള ഒരു സമയം നോക്കി യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷനായി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ, അവിടെ തോമസിന് വേണ്ടിയിട്ടാണ് അന്നത്തെ അവർ പ്രത്യക്ഷപ്പെടൽ. ഓക്കെ, അപ്പോൾ തോമസിന് വേണ്ടി ദൈവം പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ടും അവിടുന്ന് തോമസിനോട് പറഞ്ഞു, ആദ്യം തന്നെ വിളിച്ചത് തോമസിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നിട്ട് നീ എന്ത് ചെയ്യണം? എൻ്റെ വിലാപ്പുറത്ത് നിൻ്റെ കൈ ഇടാൻ പറഞ്ഞു. അപ്പോൾ തോമസ് അവിടെ കൈയിട്ടു. കൈയിട്ടപ്പോൾ എന്താണ്? തോമസിന് മനസ്സിലായി അവിടെ എന്തുണ്ട്? കുത്തിത്തുളച്ചവൻ്റെ ചങ്ക് കുത്തിത്തുളച്ചതിൻ്റെ ആ ഒരു ഹോൾ അവിടെയുണ്ട്. അവിടെ കൈവിരലിട്ടപ്പോൾ തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞു. ആരെയാണ് വിളിച്ചത്? യേശുക്രിസ്തുവിനെ വിളിച്ച് 3.5 വർഷം കൂടെ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടും അനുസരിച്ചും പഠിച്ച തോമസാണ് യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ചു. അപ്പോൾ യേശുക്രിസ്തു അവിടെ തിരുത്തിയില്ല കേട്ടോ. തോമസേ, ഞാൻ നിൻ്റെ കർത്താവുമല്ല, ഞാൻ നിൻ്റെ ദൈവവുമല്ല എന്ന് പറഞ്ഞിട്ട് തിരുത്തിയില്ല. യേശുക്രിസ്തു അത് അംഗീകരിച്ചു കൊടുത്തു. കാരണം യേശുക്രിസ്തുവിന് അറിയാം ഇത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. കാരണം യേശുക്രിസ്തു ദൈവമാണെന്നുള്ള വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ ആര് പറഞ്ഞിരിക്കുന്നതും? തോമസ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് യേശുക്രിസ്തു അത് തെറ്റായിരുന്നെങ്കിൽ ആ നിമിഷം അവിടെ തിരുത്തിയനെ. കാരണം നമ്മൾക്ക് അങ്ങോട്ട് വരുന്ന യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു വാക്കാണതല്ലേ. അപ്പോൾ ദൈവം അവിടെ തിരുത്തുമായിരുന്നു. പക്ഷെ ദൈവം തിരുത്തിയില്ല. പകരം ദൈവം എന്താ പറഞ്ഞ്? നീ കണ്ടിട്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി തോമസ് വിളിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടുന്ന് പുത്രനോടോ പറഞ്ഞിരിക്കുകയാണ്, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദൈവമേ പുത്രനോട്, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. അപ്പോൾ പുത്രനെ അവിടെ ആരാ വിളിച്ചിരിക്കുന്നത്? പുത്രനെ വിളിച്ചിരിക്കുകയാണ്, ദൈവമേ എന്നാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളത് നമ്മൾക്ക് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു സ്നാപക യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും നമ്മൾക്ക് 3 പേരുടെ അല്ലേ ഒരു പ്രത്യക്ഷീകരണം കാണാം. പിതാവും ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നും പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ. ഇത് 3 നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ത്രിത്വം അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളത് 3 വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതിൻ്റെ കുറിച്ചൊക്കെ ഞാൻ ചെറുതായിട്ട് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനൊരു മറുപടി എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനലിലോട്ട് പോയാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഞാൻ അതിനെക്കുറിച്ച് വിശദമായ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് എന്ത് ഇതിനകത്തുനിന്ന് മനസ്സിലായി? യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി. ഇനി എബ്രായർക്ക് എഴുതിയ ലേഖനം ആരാണ് എഴുതിയിരിക്കുന്നത്? പൗലോസാണ് എഴുതിയിരിക്കുന്നത്. പൗലോസ് ആരായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ പൗലോസിൻ്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ് കേട്ടോ. പൗലോസിൻ്റെ ലേഖനത്തിൽ തന്നെ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം, ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അത് ആരെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്? പൗലോസിനെ കുറിച്ച് പൗലോസ് തന്നെ പറഞ്ഞതാണ്. അതേ പൗലോസാണ് ഹീബ്രൂസ് എഴുതിയിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെബ്രായരുടെ ലേഖനത്തിലും പറഞ്ഞിരിക്കുകയാണ് എന്താണ്? യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞു വരിച്ചു. പിന്നെ ഒത്തിരി റെഫറൻസുകളുണ്ട്. ഞാനത് ചേർക്കാമെന്ന് പറഞ്ഞല്ലോ, ഞാനിതിനകത്ത് ചേർക്കാം. ഇനി അതവിടെ നിൽക്കട്ടെ. അതുകൂടാതെ നമ്മൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകം മുഴുവനും പോയിട്ട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ വിശ്വസിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അപ്പോൾ അവരെ എങ്ങനെയാണ് സ്നാനപ്പെടുത്തേണ്ടത്?
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്ന് വ്യക്തിത്വമാണ് എന്നുള്ളത് നമ്മൾക്ക് അവിടെ നിന്ന് മനസ്സിലാകാം. മൂന്ന് നാമമാണെന്നുള്ളത് നമ്മൾക്കത് അവിടെ മനസ്സിലാകാം. പിന്നെ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ദൈവമല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും പുത്രൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ പറയത്തുണ്ടായിരുന്നില്ല അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു തന്നെയാണ് ശിഷ്യന്മാരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്കിന്നും ആധികാരികമായി ഈ ലോകത്തിൽ വിശ്വസിക്കാനുള്ളത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ് അല്ലേ. സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾക്കിന്ന് വിശ്വസിക്കുവാനുള്ളത്. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ ബൈബിളാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഇന്ന് ലോകത്തിൽ വിശ്വസനീയമായ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതെന്താണ്? കിങ് ജെയിംസ് വേർഷൻ, ഓൾഡ് വേർഷനാണ് ആധികാരികമായി അറിയപ്പെടുന്ന ഒരു വിശ്വസനീയമായ ഒരു വേദപുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ഈ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ പല ബൈബിളുകളും അവൈലബിൾ ആണെന്ന് കത്തോലിക്ക ബൈബിളിനകത്തും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില വാക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ അതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ചിലത് സത്യവേദ പുസ്തകത്തിലില്ലാത്ത കുറച്ചൊക്കെ ഒരു 2-3 ചാപ്റ്റർ 2-3 ഇതൊക്കെ കൂടെ അതിനകത്ത് കൂടുതലുണ്ട് എന്നുള്ളൂ. എന്നാലും ആധികാരികമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ആ ബൈബിളിനകത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾക്ക് വിശ്വസിക്കാവുന്ന പുസ്തകം ബൈബിളാണ്, അല്ലാതെ വേറെ ആരുടെ സ്റ്റേറ്റ്മെൻറ്റുകളോ വേറെ ആരും പറയുന്നതല്ല. ഓർക്കുക, ഞാൻ സംസാരിക്കുന്നത് ആരോടാണ്? ഞാനൊരു സാധാരണക്കാരത്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വലിയ ബൈബിൾ പണ്ഡിതയൊന്നുമല്ല, പക്ഷേ ഈ പുസ്തകം ഞാൻ നന്നായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് പ്രാവശ്യം ഞാൻ വായിച്ചൊക്കെ കഴിഞ്ഞ് ഫുൾ വായിച്ച് തീർത്തു. എന്നാലും ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴും ദൈവം ഓരോന്നോരോന്നും നമ്മളെ പഠിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, നമ്മൾക്കൊരു അവസാന ന്യായവിധി നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ. ദൈവം രണ്ടാമത് വന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് ദൈവം വരും. അപ്പോൾ ആ ഒരു വിശുദ്ധന്മാരുടെ പട്ടികയിൽ നമ്മളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഓർക്കുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം നമ്മളെ അല്ലേ, അത് കഴിഞ്ഞ് ലോകത്തിൻ്റെ ഒരു ന്യായവിധി പറയുന്നുണ്ടല്ലേ, അവസാനം അന്ത്യ ന്യായവിധി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും എന്താണ് ദൈവം ന്യായം വിധിക്കുന്നത്? നമ്മളുടെ പാസ്റ്റർമാരോ അച്ഛന്മാരോ മെത്രാന്മാരോ കയറി നിന്ന് പ്രസംഗിച്ചത് നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ ദൈവം ന്യായം വിധിക്കുന്നത്. ദൈവം ന്യായം വിധിക്കുന്നത് ദൈവത്തിൻ്റെ ഈ സത്യവേദ പുസ്തകം വചനം വെച്ചിട്ടാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ ബൈബിൾ വെച്ചിട്ടാണ് നമ്മളെ ദൈവം ന്യായം വിധിക്കത്തുള്ളൂ. അതായത് ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകമാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് നോക്കിയിട്ടാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കത്തുള്ളൂ. അതിന് പുറത്തുള്ള ഒരു വാക്കുകളോ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളോ നോക്കി ദൈവം നമ്മളെ ന്യായം വിധിക്കത്തില്ല. അതിന് ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഇന്ന് ഇന്ത്യയിലാണ് ജീവിക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്കൊരു ലോ ഉണ്ടല്ലേ, നമ്മൾക്കൊരു നിയമമുണ്ട്. ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒരു നിയമ സംഹിതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വിഷയങ്ങൾക്കായിട്ട് നമ്മൾ കോടതിയെ സമീപിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ പോലീസ് ആണെങ്കിലും ആരാണെങ്കിലും എന്തെടുത്താലും അവർ ആ ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാതെ നിയമത്തിന് വെളിയിലുള്ളൊരു കാര്യത്തിനകത്തും കോടതിക്കോ പോലീസിനോ ഒന്നും ഇടപെടുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് നമ്മൾക്ക് കാണാം. ഇനി കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴും ഒന്നും അവർ നോക്കത്തില്ല. സോഷ്യൽ മീഡിയയുടെ ചർച്ചകളൊന്നും അവർ നോക്കത്തില്ല. അവരെന്താണ്? അവരുടെ നിയമപുസ്തകമാണ് അവർ നോക്കുന്നത് അല്ലേ. ആ നിയമപുസ്തകത്തിനകത്ത് നിന്നാണ് ആര് ചെയ്യുന്നത്? ഈ വക്കീലുമാർ വാദിക്കുവാനായിട്ട് നിൽക്കുന്നത് അല്ലേ. എതിർഭാഗം വക്കീലും രണ്ട് എതിർഭാഗം പ്രതിയുടെ കൂട്ടത്തിലുള്ള ആളും ഓപ്പോസിറ്റായിട്ടുള്ള ആളും, രണ്ടുപേരുടെയും കൂട്ടത്തിൽ നിൽക്കുന്ന വക്കീലുമാരും അവിടെ പറയേണ്ടത് ഏതാണ്? അവർ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഇന്ത്യയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമസംഹിതയ്ക്കകത്തു നിന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് അവിടെ വാദിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം അത് മാത്രമേ കോടതിയോടെ എടുക്കത്തുള്ളൂ. പിന്നെ തെളിവുകളുമൊക്കെ എടുക്കും. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക് സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ക്രിസ്ത്യാനികളെ അല്ല, ഈ ലോകത്തിൻ്റെ അവസാനത്തെ ന്യായവിധിയിൽ നമ്മളെ ന്യായം വിധിക്കുന്ന പുസ്തകവും എന്താണ്? ഈ ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഈ വചനം നമ്മൾ പഠിക്കുക തന്നെ വേണം, നമ്മൾ വായിക്കുക തന്നെ വേണം. നമ്മൾക്കൊരു വചനത്തെക്കുറിച്ചൊരു അറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. ഇപ്പോൾ എന്നോട് സംശയം ചോദിച്ച വ്യക്തി ഒത്തിരി ജ്ഞാനം നിറഞ്ഞിരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പലതും പറയുന്നുണ്ട്. എനിക്കതിനകത്ത് യോജിപ്പുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ കൂടി അദ്ദേഹം ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നത് കൊണ്ട് കുറച്ചും കൂടി ഒരു ആധികാരികമായിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു വെല്ലുവിളിയായിട്ട്, ഒരു ചലഞ്ചായിട്ട് ഞാനത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ അതിൻ്റെ കൺക്ലൂഷൻ ഒന്നും കൂടെ പറയാം. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ദൈവമാണ്. നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിക്കുവാൻ വന്ന രക്ഷകനായ ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമ്മൾക്ക് റൈറ്റ്സ് ഉണ്ട്. അതും ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാനുമുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ
പറയുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം ഒന്നും കൂടി നിങ്ങൾ എടുത്ത് വായിക്കുക. യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. ഞാനത് വിശ്വസിക്കുന്നു. ഇനി ആരത് തിരുത്താൻ വന്നാലും ആരെന്തൊക്കെ പറഞ്ഞു വന്നാലും ഞാൻ വിശ്വസിക്കുന്നു യേശുക്രിസ്തു എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.